ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാർമർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അദ്ദേഹം വന്നതിൻ്റെ പ്രത്യേകത ഞാനത് എടുത്തു പറയാൻ കാര്യം എന്നറിയോ, ഇതിൻ്റെ പുറകിലും ഒരുപാട് ബിസിനസ് ഉണ്ട്. അതായത് ഹി കെയിം വിത്ത് എ ലാർജ് ഡെലിഗേഷൻ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ഫ്രം ബ്രിട്ടീഷ് കമ്പനീസ്. ബ്രിട്ടീഷ് കമ്പനിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രിട്ടീഷ് കമ്പനി നമുക്കറിയാലോ, ബ്രിട്ടീഷ് കമ്പനിയായ റോൾസ് റോയ്സ്, ബ്രിട്ടീഷ് എയർവേസ്, പിന്നെ ഡിയാജിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പറഞ്ഞ് മനസ്സിലാകാം, ജോണി വാക്കർ വിസ്കി അല്ലെങ്കിൽ സ്മിർനോഫ് വോഡ്ക എന്നൊക്കെ പറയുന്ന കമ്പനിയാണ് ഡിയാജിയോ. ഇപ്പോൾ ഡിയാജിയോ, റോൾസ് റോയ്സ്, ബ്രിട്ടീഷ് എയർവേസിൻ്റെയൊക്കെ ടോപ്പ് ഡെലിഗേറ്റ്സ് ആയിട്ടാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വന്നിരിക്കുന്നത്. ഒരുപാട് ട്രേഡിൻ്റെ ടോക്ക് സംസാരിക്കാനായിട്ടാണെന്നുള്ളതാണ്. നമുക്കറിയാം ജൂലൈയിൽ ഇന്ത്യയും യു കെയും തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ബട്ട് അതിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ നോഡ് വേണം, എന്നാൽ മാത്രമേ ആ ട്രേഡ് ഡീല് ഇൻ പ്ലേസ് ആവുള്ളൂ. ബട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും, അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അതിൻ്റെ മുന്നോടിയായിട്ട് പല കാര്യങ്ങളുടെ ഡിസ്കഷനും വേണ്ടി വളരെ ഹീ മീൻസ് ബിസിനസ്, അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് കംപ്ലീറ്റ് ഈ കമ്പനികളുടെ ഹെഡ്സ് ആയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നത് എന്നറിയോ, 2028 കൂടി തേർഡ് ലാർജസ്റ്റ് എക്കണോമിയായി മാറാൻ പോകുന്ന കൺട്രി ആയിട്ടുള്ള ട്രേഡ് ഡീല് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളും അവരും തമ്മിലുള്ള ട്രേഡ് ഡീല് നടന്ന് മുന്നോട്ട് പോയി ഞങ്ങൾ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ട്രേഡിൻ്റെ സൈസ് 2030 ആകുമ്പോഴത്തേക്കും 115 ബില്യൺ ആവും, അതായത് ഡബിൾ ആവും എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ എന്തോരം ഓപ്പർച്യൂണിറ്റി ഒരു ട്രേഡിന് ഇന്ത്യയും യു കെയും തമ്മിൽ വരുന്നു എന്നുള്ളത് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമതെന്നറിയോ, ഇനി ഈ ന്യൂസ് ഗവൺമെൻറ് ഇങ്ങനെ നമ്മളിലേക്കും പത്രങ്ങളിൽ കൂടെയും അവരുടെ PR ഏജൻസ് പറയും, അതായത് നമ്മൾ ഇന്ന കാര്യത്തിനൊക്കെ എൻട്രി കൊടുത്തു, യു കെയിലെ പല കാര്യങ്ങൾക്കും 0% ഡ്യൂട്ടിയാണ് എന്നിങ്ങനെയുള്ള ന്യൂസ് നമ്മളെ ഹിറ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കി ഇതൊരു ടെംപ്ലേറ്റ് ആക്കിയിട്ടായിരിക്കാം ഇവർ US ആയിട്ട് ട്രേഡ് ഡീലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ സിറ്റിസൻസിനെയും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കും, നമ്മൾ ഓൾറെഡി യു കെ ആയിട്ട് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് US ആയിക്കൂടാ എന്നുള്ള രീതിയിലേക്കാവും. അതുമാത്രമല്ല യു കെ ആയിട്ട് ഞങ്ങൾ ഇത്രയും ഉണ്ടാക്കി അതേപോലെ തന്നെയുള്ള പ്രിഫറൻസ് ഞങ്ങൾ US-നും തന്നേക്കാമെന്ന് അവിടെ പോയി പറയാനും പറ്റും എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു രണ്ട് പ്രത്യേകത